അരി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ചപ്പാത്തിയുടെ അത്ര സോഫ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടാറില്ല. ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കട്ടെ, സോഫ്റ്റ് ആയി ഉണ്ടാവും. 1 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ. പൊടി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ചേർത്ത് ഇടിയപ്പത്തിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. ഒന്ന് തണുക്കട്ടെ, കൈ വെച്ച് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ ചൂടുള്ളപ്പോൾ തന്നെ കുഴക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കണേ. അടച്ച് ഈ മാവ് നമുക്ക് മാറ്റി വെക്കാം. 1/2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂണിൽ കുറവ് എണ്ണ ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ചേർത്ത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. മാവിന്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ച് ഒരു ചമ്മന്തി റെഡിയാക്കാം. അതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. 1/4 കപ്പ് ചിരകിയ നാളികേരം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 10 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം പുളി, 1/4 ടീസ്പൂണിൽ കുറവാണ് കേട്ടോ മഞ്ഞപ്പൊടി എടുത്തേക്കണേ. 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. വെള്ളം ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ കടുക്, 2 ചുവന്നമുളകും കുറച്ച് വേപ്പിലയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് അരച്ച ചട്നി ചേർക്കുന്നുണ്ട്. ഇത് ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചട്നി നല്ലോണം തിളച്ചു വിട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്തോളാം. ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഈ വലിപ്പത്തിൽ എല്ലാം ബോൾസ് ആക്കാം. അരി ബോൾസ് എത്ര വലിപ്പത്തിലാക്കിയോ അതിലും ചെറിയ വലിപ്പത്തിൽ വേണം ഇതിന്റെ ബോൾസ് ആക്കാനായി. അരി ബോൾസിനെക്കാട്ടിലും മൈദ ബോൾസ് ചെറുതായിരിക്കണം. ഒരു മൈദ ബോൾസ് എടുത്ത് കയ്യിൽ തന്നെ ഒന്ന് പരത്തുണ്ട്. ഒരു അരി ബോൾ ഉള്ളിൽ വെച്ച് ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. മാവ് വരുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോളൂട്ട. ഈ രീതിയിൽ നമ്മൾ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂട്ട. ഒരെണ്ണ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം പരത്തി എടുത്തു. ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു ഭാഗം ലൈറ്റ് ആയിട്ട് ആയതിന് ശേഷം വേണം മറിച്ചിടാനായി. ഇത്ര സോഫ്റ്റ് ആയാൽ മാത്രമേ ഇതുപോലെ നമുക്ക് പൊന്തുള്ളൂ കേട്ടോ ചപ്പാത്തി. ഇത് കണ്ടില്ലേ നമ്മൾ എത്ര സോഫ്റ്റാണ് ഈ ചപ്പാത്തിന്ന്. അരിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, ഒരു ഹാർഡ്നെസ് ഉണ്ടാവും, പിന്നെ പൊട്ടിപ്പോവും. ഇനി നിങ്ങൾ അരി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.